കള്ളം പറഞ്ഞതല്ലേ വരത്തില്ല. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെയാണ് എണീറ്റത്. സൂര്യനൊക്കെ ദാ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. കാരണം എനിക്കൊരു യാത്രയുണ്ട് കൊട്ടാരക്കരയിലേക്ക്. ഒരാൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാണ്. നമ്മുടെ ലൈഫിൽ ചിലരെങ്കിലും ഉണ്ടാവില്ലേ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളുടെ ആരൊക്കെയോ ആയിട്ട് മാറിയ ചില ആൾക്കാർ. അതുപോലെ ഒരാളാണ് കേട്ടോ ഇത്. ഞങ്ങൾ കുറച്ച് ഒരു 3-4 പേരുടെ ഒരു ഗ്രൂപ്പുണ്ട്. അത് പല ഏജിലുള്ളവരാണ്. പക്ഷേ പല സിറ്റിയിൽ പലയിടത്ത് ജനിച്ച് വളർന്ന്, പക്ഷേ എങ്ങനെയൊക്കെയോ ഓൺലൈൻ വഴി ഒന്നിച്ചായ കുറച്ച് പേരാണ് ഞങ്ങൾ. അതിലൊരാൾ ബാംഗ്ലൂരാണ്. അവളിപ്പോൾ സൈബർ സെക്യൂരിറ്റി ഒക്കെ പഠിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. ഒരു കുഞ്ഞു ജോലിയൊക്കെ ആയിട്ടുണ്ട്. അവളുടെ ഒരു പാല് കാച്ചാണിന്ന്. അപ്പോൾ നമുക്ക് രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാം. കുറേ നാളായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു ഫുൾ എഗ്ഗ് കഴിക്കും, പിന്നെ കുറച്ച് 3-4 മുട്ടയുടെ വെള്ളം മാത്രം. ഇത് തന്നെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. വേറെ ദോശ, പുട്ട്, ഇഡലി ഒന്നും കഴിക്കുന്നേ ഇല്ല. ഒരു 7 to 8 months ആയിട്ട് ഇത് തന്നെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ ഒരുപാട് ഈ പറഞ്ഞ പോലെ എൻ്റെ വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടത്. പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനൊരു പ്രോട്ടീൻ ഷേക്കും കൂടെ ആഫ്റ്റർ വർക്കൗട്ട് കഴിക്കും. ഇപ്പോൾ ഞാൻ മോർണിംഗിൽ ഫൈറ്റിക്കയുടെ ഈ ഒരു പൗഡറും കൂടെ എടുക്കുന്നുണ്ട്. ഇത് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിൽ മെറൈൻ കൊളാജൻ, L-ഗ്ലൂട്ടാത്തിയൻ, ഹൈലൂറോണിക് ആസിഡ്, വൈറ്റമിൻ സി, ബയോട്ടിൻ, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് നമ്മൾ ഓവറോൾ വെൽനെസ്സിന് ഇത് വളരെ നല്ലതാണ്. മെയിനായിട്ട് നമ്മുടെ ഏജിങ് സൈൻസിനെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. പിന്നെ L-ഗ്ലൂട്ടാത്തിയൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ സ്കിൻ നല്ല ഈവൻ ടോൺ ആവാനും നല്ല റേഡിയൻ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹൈലൂറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിന് നല്ല സോഫ്റ്റ് കോംപ്ലക്ഷനും അതുപോലെ സ്മൂത്ത് ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും. പിന്നെ സ്കിന്നിന് മാത്രമല്ല, നമ്മുടെ ഹെയറിൻ്റെ പ്രോബ്ലംസും നെയിൽസിൻ്റെ പ്രോബ്ലംസും എല്ലാം ഇത് ക്ലിയർ ചെയ്യും. നല്ല തിക്ക് ആൻഡ് സ്ട്രോങ്ങർ നെയിൽസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം കൊളാജനും ബയോട്ടിനും ഒക്കെ ഉള്ളതുകൊണ്ട് ഹെയർ ലോസൊക്കെ കുറച്ച് ഫോളിക്കൽ ഡാമേജസ് ഒക്കെ മാറ്റാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പവർ പാക്കാണ്. സോ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഓവറോൾ ബ്യൂട്ടി ആൻഡ് വെൽനെസ്. ആൻഡ് ഇത് PET ബോട്ടിൽ സർട്ടിഫൈഡ് ആണ്. അപ്പോൾ ഫുഡ് സ്റ്റോറേജിനൊക്കെ ഇത് സേഫാണ്. ഇത് സീ ബക്തോൺ ജ്യൂസാണ്. അതായത് ബെറീസ് ഗ്രോൺ അറ്റ് 10,000 feet ഇൻ ദ ഹിമാലയാസ്. ആയുർവേദത്തിൽ ഇതിനെ സഞ്ജീവി ബൂട്ടി എന്നൊക്കെ അറിയപ്പെടും. ഡെയിലി 2 സ്പൂൺ ഉപയോഗിച്ചാൽ മതി. ആൻഡ് ഇറ്റ് ഗിവ്സ് യു എ ന്യൂട്രീഷൻ ഓഫ് 500 grams of fresh berries and no artificial color, no flavor. I have been having it daily and my skin, gut, energy, all of it has changed. അപ്പോൾ ലിങ്കൊക്കെ ഞാൻ ബയോയിൽ കൊടുത്തിരിക്കാം, ചെക്ക് ചെയ്യാം. ഓണാക്കാൻ പറ്റത്തില്ല. പാട്ടില്ലാതെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയില്ല. പാട്ടില്ലാത്ത വണ്ടി ഞാൻ ഓടിക്കില്ല. ഇതെന്തോ ഇത് എൻ്റെ വണ്ടി ആയാലും കുഴപ്പമില്ല. ഇത് എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ വണ്ടിയാണ്. അതിലെല്ലാം എൻ്റെ കണക്റ്റ് ആക്കി വെച്ചിരുന്നില്ലേ. ഇതിനാണെങ്കിൽ എന്നെ ടാറ്റാ. ഒരു 8:39 ഒക്കെ ആയപ്പോൾ വി ഹാഡ് എ ഡെലീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രം മൈ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് കമൽ. കൊട്ടാരക്കര എത്തി. കൊട്ടാരക്കരയിൽ നിന്ന് ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ട് അവളുടെ വീട്? ഒരു 15 കിലോമീറ്ററാണ്. 15 മിനിറ്റ് എന്നാണ് വിചാരിച്ചത്. നമ്മളിവിടെ വരെ വന്നിട്ട് ഭഗവാനെ കാണാതെ പോയാൽ ഭഗവാന് വിഷമമായാലും അവിടെ നമ്മൾ നേരെ കൊട്ടാരക്കര ഗണപതി ടെമ്പിളിലേക്ക് പോവാണ്. പണ്ട് കോട്ടയത്ത് വരുന്നപ്പോൾ എല്ലാ മാസവും വരുമായിരുന്നു ഞാനിവിടെ. ട്രിവാൻഡ്രത്തേക്ക് വന്നേ പിന്നെ അതൊക്കെ നിന്നു. അപ്പോൾ അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഐ എം ഗോയിങ് ടു സീ മൈ ഭഗവാൻ.
ഞങ്ങൾ ചെന്നപ്പം നട അടയ്ക്കാറായി നിൽക്കുകയായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് തൊഴാൻ പറ്റി. അത് എപ്പോഴും അങ്ങനെയാണ്. ഞാൻ ചിലപ്പം ലേറ്റ് ആവാറുണ്ട്, പക്ഷേ ഞാനിങ്ങനെ ഭഗവാനോട് പറയും, ഭഗവാനെ ഞാൻ വന്നിട്ടേ കഥ അടയ്ക്കാവുള്ളൂ എന്ന്. പക്ഷേ കറക്റ്റായിട്ട് തുറന്നിരിക്കും. ഞാൻ തൊഴുത് കഴിയുമ്പം അത് അടയ്ക്കും. എനിക്ക് പറയാൻ അറിയാൻ പറ്റും. എത്ര വർഷമായി നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയിട്ട്? 6 വർഷം, 4, 5 എത്രയായി? എന്തൊക്കെയായി? 6 വർഷമായിട്ട് രാജിയും കാവ്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അടിയോടടിയാണേ. എന്നെ കാണിക്കും, ഞാനല്ലേ ഇവർക്കൊന്നും പറയുന്നത്. ഭയങ്കര വഴക്കായി ഇവരെ ഗ്രൂപ്പിൽ അടി. കാരണം ഞാൻ ചില സമയത്തൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്ത് ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ അടിയാണ്. പക്ഷെ 6 വർഷം കണ്ടിട്ടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇപ്പൊ ഇവര് കുറച്ച് പിണക്കത്തിലുമാണ്. എന്നിട്ടും ഒരു ടെഡി ബെയർ ഒക്കെ വാങ്ങിച്ച് കൊണ്ടുപോവാണ് കാവ്യക്ക് കൊടുക്കാൻ. വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഞാൻ വീഡിയോ കാണാം. ചേച്ചി ഇറങ്ങിക്കോ കേട്ടാ, ചേച്ചി ഇറങ്ങിക്കോ. എനിക്കെന്തൊരു ഈ ആങ്സൈറ്റി. ഇതാണ് കവിയുടെ വീട്. ഇടയിൽ എന്നിട്ട് ഇപ്പം വന്ന് എന്തായിരുന്നു മെസ്സേജ് ഇടക്കാം? കുട്ടി സെഡായി. കുന്നിക്കോടുകാർക്ക് മേലെ അറിയത്തില്ല. റൂട്ട് അറിയുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ കട്ടാക്കി. ഭയങ്കര സമയമായിരുന്നേ ചേച്ചിക്ക്. എല്ലാ കാര്യത്തിനും മാത്രം അല്ലെങ്കിൽ സമയമില്ല, ബാക്കി എല്ലാവരുടെ കാര്യം ചേച്ചി. ഞാൻ യൂട്യൂബിൽ കാണും, പക്ഷെ ഇത്രയും ചെറുതാൻ പറ്റത്തില്ല. അതിൽ കാണുന്ന വലുതായിട്ട് എന്തെത്രയൊക്കെയാണ് ഞാനത് വലിയാലും എന്റെ കണ്ടുണ്ട്. ഇപ്പൊ എന്തായിരുന്നു മെസ്സേജ് ഇട്ടിട്ട് വരുമെന്ന് അറിയാന്നൊക്കെ പറഞ്ഞ്? സത്യം പറ, തോണ്ടി നോക്കിയല്ലേ? അല്ല, അവളിപ്പോ പൊട്ടും. അല്ല, ഇവർക്ക് രണ്ടുപേർക്ക് ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ കറക്റ്റ് ഇവിടുന്ന് മെസ്സേജ് വരുന്നുണ്ട് എനിക്ക്. ഞാൻ ഇപ്പോഴല്ലേ വാട്സാപ്പ് എടുത്തത്. ഞാൻ ഇപ്പം വന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ കൂടെ ചേച്ചിയാണോന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് ഇപ്പൊ ഉള്ള ഫോട്ടോ എടുത്ത് എനിക്ക് ഇപ്പൊ അയച്ചു. ഞാൻ വണ്ടി ഒരു കയ്യിൽ ഡ്രൈവ് ചെയ്തോണ്ട് ഒരു കയ്യിൽ എന്റെ വീട്ടിൽ നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ തപ്പുവാ.
ഫൈനലി ഞങ്ങളിതാ രാവിലെ നമ്മൾ എത്ര മണിക്ക് ഇറങ്ങി? 8:30 അല്ല 8 മണിക്ക്. 8 മണിക്ക് രാവിലെ ഇറങ്ങി നമ്മൾ തിരിച്ച് 8 മണിക്ക് ഞങ്ങളിവിടെ തിരിച്ചെത്തി. ഞങ്ങളിവിടെ എത്തിയിട്ട് ഒരു 15 മിനിറ്റ്സ് ആയി. കറക്റ്റ് 8 to 8. അടിപൊളി. അങ്ങനെ ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡേ. കാവ്യ ഭയങ്കര ഹാപ്പിയായി. പക്ഷെ ആൾക്ക് എവിടെയോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ വരുമോ എന്ന്. പക്ഷെ എന്തായാലും ഐ മെയ്ഡ് ഹർ ഹാപ്പി. അതിൽ ഞാനും ഹാപ്പി. പക്ഷെ ഇന്ന് എനിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടി. ഫ്രം ഹരിത ഇങ്ങനെ മഞ്ചാടിക്കുരുവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുന്നിക്കുരു അല്ലേ, മഞ്ചാടിക്കുരിയും കുന്നിക്കുരും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുവേ. നല്ല ഭംഗിയുള്ള 1-2 ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഇത് നോക്കുക, അവൾ എനിക്ക് ഇന്ന് ഗിഫ്റ്റ് തന്ന ബ്യൂട്ടിഫുൾ ജിംക്ക. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു ക്ലിപ്പിൽ ഇങ്ങനെ മഞ്ചാടിക്കുരുവൊക്കെ ചെയ്തതാണ്. ഞാൻ ഈ കമ്മലിട്ട് ഞാൻ എപ്പോഴെങ്കിലും ഒരു ഫോട്ടോഷൂട്ട് എടുക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നല്ല പെർഫെക്ഷനോടുകൂടി ചെയ്ത്. ആദ്യം അവൾ വെറുതെ അവളൊരു ഹോബിക്ക് വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ ഒരു പേജൊക്കെ ആശാട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റില്ല അല്ലേ നമുക്ക്? ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ പറയാം. എനിക്ക് ഓർമ്മയില്ല അവൾ എന്താ ഇട്ടിരിക്കുന്നതെന്ന്. അല്ലെങ്കിൽ ഞാൻ നമ്പറും ഇല്ല അല്ല പേജ് മെൻഷൻ ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്നത് ഓർഡർ കൊടുത്താൽ അവൾ ചെയ്യുമല്ലേ? അപ്പോൾ ഓർഡർ കൊടുത്താൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മലൊക്കെ ചെയ്തു തരും. നല്ല റീസണബിൾ റേറ്റിന്. അവളിതൊരു ഹോബി ആയിട്ട് ചെയ്യുന്നതാണ്, അങ്ങനെ ഫോർ സെയിലൊന്നുമല്ല. അപ്പോൾ നോക്ക്, വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര എന്താ പറയുക, ഫിനിഷിങ് ഉണ്ടതാ ഈ ജിംകയുടെ ഇവിടെയൊക്കെ നോക്ക്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട്. അപ്പം താങ്ക് യു. അപ്പം ദിസ് മെയ്ഡ് മൈ ഡേ. അപ്പോൾ hope you also enjoyed the video. Thank you and good night.